സോ ഹേ ഗൈസ്, ശ്രീ ഹിയ. സ്മാർട്ട് വാച്ച് റിവ്യൂ ഒന്നും എല്ലാവർക്കും അറിയാം, പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ് ഫ്രേഗ്രൻസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അത് ഞാനൊരു എൻഡ്യൂറൻസ് അത്ലീറ്റാണ്. ഒരുപാട് നാളായിട്ട് എൻഡ്യൂറൻസ് അത്ലീറ്റായിട്ട് അതിൻ്റെ പുറകെ ഓട്ടം ചാട്ടം, സ്ട്രെങ്ത് ട്രെയിനിങ്, ഇൻ്റർവൽ ട്രെയിനിങ് അങ്ങനെയൊക്കെ പോകുമ്പം എനിക്കൊരു വലിയ ബഡ്ജറ്റ് ഇല്ലാതെ എന്നാൽ അത്യാവശ്യം നല്ല മെട്രിക്സും നല്ല ഡേറ്റാസും പ്രോപ്പർ കാൽക്കുലേഷൻ തരുന്നതും നല്ല സ്ലീപ്പ് മോണിറ്ററിങ്ങും ഒക്കെയുള്ളൊരു സ്മാർട്ട് വാച്ച് വേണം. പക്ഷെ എനിക്ക് 5000 രൂപ റേഞ്ചിനകത്താണ് എനിക്ക് എൻ്റെ പ്രൈസ് എന്ന് വെച്ചു. എനിക്ക് ഭയങ്കര വലിയ ഫിറ്റ്നസ് ബാൻഡ് മേടിച്ചിട്ട് ഒരു ഗുണമില്ലാതായി പോകണ്ട. എന്നാൽ എൻ്റെ സ്മാർട്ട് വാച്ചുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് സ്മാർട്ട് വാച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം എനിക്ക് വേണം. കോൾ എടുക്കാൻ പറ്റണം, നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റണം, അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ ബേസിക് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കിഡിലും പ്രീമിയം ഫീലും അടിപൊളി ഡേറ്റയും തരും. അതാണ് മോട്ടോ വാച്ച്. സോ ഗൈസ്, എനിക്ക് മോട്ടോ വാച്ചിനെ കുറിച്ച് റിവ്യൂലോട്ട് ഇൻഡെപ്ത് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളാരും പോളാർ എന്ന് പറഞ്ഞൊരു കമ്പനിയെ കേട്ടിട്ടുണ്ടോ? ശരിക്കും ഇന്ത്യയുടെ പുറത്ത് ഇത് പോളാർ എക്സ് മോട്ടോ വാച്ച് എന്നൊക്കെ പറഞ്ഞ ഒരു മാർക്കറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിൽ പോളാർ എന്തോന്നും ഒരുപാട് അറിയത്തില്ല. അറിയാത്തവർക്ക് പോളാർ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെയാണ് ഈ ഒപ്റ്റിക്കൽ ഹാർട്ട് റേറ്റ് ഇല്ലേ, അതൊക്കെ സ്മാർട്ട് വാച്ചിനകത്തേക്ക് കൊണ്ടുവന്നതും അവർ കുറേ ഇൻവെൻഷനും പേറ്റൻസും കാര്യങ്ങളും ഒക്കെയുള്ള ഹൈലി ഫിറ്റ്നസ് ടെക് ഓറിയൻറ്റഡ് രീതിയിൽ ഭയങ്കര പേരുകേട്ടൊരു ബ്രാൻഡാണ്. ഈ പോളാറിൻ്റെ ഡേറ്റാസും ആക്യുറസിയും ഒക്കെ വേൾഡ് റിനൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റാസ് അവർ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് ആയിട്ട് നോക്കിയാൽ ആപ്പിൾ വാച്ചിൻ്റെയും ഗാലക്സി വാച്ചിൻ്റെ അതിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ്സുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഡേറ്റാസും ആക്യുറസിയും ഒക്കെയാണ് ഇതിൻ്റെ ഒപ്റ്റിക്കൽ സെൻസറിലും ലൈറ്റ് സെൻസറിലും SpO2 മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇന്ത്യയിൽ ഇത് കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ, അതങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നില്ല. സോ വൈ ഐ ലവ് ദിസ് വാച്ച് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടൊരു ഫിറ്റ്നസ് ട്രാക്കറായിട്ട് ചെക്ക്, ബേസിക് ആയിട്ടൊരു നല്ല സ്മാർട്ട് വാച്ച് ആണെങ്കിൽ ചെക്ക്. 5000 രൂപയ്ക്കകത്ത് എനിക്ക് ഏറ്റവും പ്രീമിയം ഫീലും ഏറ്റവും ഓൾറൗണ്ടറായിട്ട് തോന്നിയ എനിക്ക് സ്മാർട്ട് വാച്ച് ഇതാണ്. എനിക്ക് CMFനെക്കാട്ടിയും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആദ്യത്തെ റീസൺ ഇസ് ഗൈസ് ദ വേ ഇറ്റ് ഫീൽസ് ആൻഡ് ലുക്ക്. ഈ സൈസ് ഭയങ്കര ജൈഗാൻറ്റിക് ലുക്കൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ലുക്കാണ്. അത്യാവശ്യം എല്ലാ കയ്യിലും സൂട്ടാവും. ഈവൻ ദോ എൻ്റെ റിസ്റ്റ് സ്മോൾ ആണെങ്കിലും നിങ്ങൾക്ക് എന്താ വലിയ വൃത്തികേടായിട്ടും തോന്നില്ല. അതേസമയം CMFൻ്റെ വാച്ച് ഇട്ടുവാണെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ട് പോകുമായിരുന്നു. ഈ പ്രൈസ് റേഞ്ചിനകത്ത് പല വാച്ചും ഒരു ചെറിയ ക്ലോക്കിൻ്റെ അത്ര ഉണ്ട്. അങ്ങനൊന്നും ഒരു പ്രശ്നം അതിനകത്തില്ല. അതുപോലെ തന്നെ ഡിസൈനൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്ലീക്കാണ്, അത്യാവശ്യം വെൽ ബിൽട്ടാണ്. നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ടൈറ്റേനിയം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും 180 ഉള്ള വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്, IP60, 69 കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളിത് സ്വിമ്മിങ്ങിനോ കാര്യങ്ങളോ ഒന്നും ഹൈലി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. 180 ഉള്ളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവ് വെച്ച് 10 മീറ്റർ വരെ താഴെ കൊണ്ടുപോകാം. അത് ഇത്ര സമയത്തേക്ക് മാത്രം, അതിൽ കൂടുതലൊന്നും ഇത് അവിടെ സർവൈവ് ചെയ്യൂല. അതിന് കാരണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സ്വിമ്മിങ് ഫിറ്റ്നസ് ബാൻഡ് 5000 രൂപയ്ക്ക് എത്തുന്ന റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ലിറ്ററലി അവിടെ നല്ല ഒരെണ്ണമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. രണ്ടാമത്തെ കാര്യം എനിക്കത് പറയാനുള്ളതെന്ന് വെച്ചാൽ ദ ഡിസ്പ്ലേ ഈസ് സൂപ്പർ ഗോർജസ്. ഈ പ്രൈസ് റേഞ്ചിനകത്ത് അത്യാവശ്യം ബ്രൈറ്റ്, ഭയങ്കര സൂപ്പർ ബ്രൈറ്റ് അല്ല, അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള കിഡിലെ OLED പാനലാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഡേ ടു ഡേ എക്സ്പീരിയൻസിനകത്താണെങ്കിലും എന്തായാലും നിങ്ങൾക്ക് ഭയങ്കര പ്രീമിയം ഫീൽ അടിക്കുന്ന ഒരു പാനൽ തന്നെ. ദിസ് ഇസ് സോ ഗുഡ്. യൂസ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ വളരെ 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 നല്ലൊരു പാനലാണ് അതിനകത്തിരിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് പാനൽ ഡിസ്പ്ലേ പാനൽസ് ഇൻ ദ പ്രൈസ് റേഞ്ച്. ഞാൻ വിഷ് ചെയ്തെങ്കിൽ ഇച്ചിരിയുടെ ബ്രൈറ്റ് തരുന്നെങ്കിൽ ഇച്ചിരിയുടെ ബെറ്റർ ആയിരുന്നു. ഇനി മൂന്നാമത്തെ കാര്യം എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പം ഹൗ ലൈറ്റ് വെയ്റ്റ് ഇസ്. 30 എത്രയോ ഗ്രാമേ ഉള്ളൂ. അത് ഡിപ്പെൻഡിങ് ഓൺ ദി ഗ്രിപ്പും സിലിക്കണും ബ്രേസ്ലെറ്റും പോവുകയാണെങ്കിൽ. ഗൈസ്, ഒരു കാര്യം, നിങ്ങൾക്ക് കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ശരിക്കും ആ ലൈക്കും ആ സബ്സ്ക്രൈബും എന്നെ ഒന്ന് ഹൈപ്പ് ചെയ്താണെങ്കിൽ എനിക്കൊരു നല്ല ഭയങ്കര ഗുണം. ഇതുപോലെ ജെനുവിൻ യൂസ്ഫുൾ ടെക് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ ചാനൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ്. എനിക്ക് ഭയങ്കര ഗുണം. താങ്ക് യു. പക്ഷെ ആ വിലയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് കോമ്പാക്ട് പാക്കേജ് വിത്ത് കിഡിലും പ്രിസൈസ് സെൻസേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഭയങ്കര അത്യാവശ്യം ഭയങ്കര എന്താ പറയുക, ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് അതിൽ കൂടുതലൊന്നും നിങ്ങളടുത്ത് പറയാനില്ല. അടുത്തൊരു ഇമ്പ്രസീവ് ഫീച്ചർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ക്രൗൺ ഉണ്ടല്ലോ, ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ക്രൗൺ ഉണ്ട്. ദാറ്റ് ഈസ് ഭയങ്കര ഫങ്ഷണൽ ആയിട്ടുള്ള ക്രൗണാണ്. റൊട്ടേറ്റിംഗ് ക്രൗൺ നല്ല ഫങ്ഷണലാണ്. നിങ്ങൾ ഹാപ്റ്റിക് അല്ലെ ടാക്ടൈൽ ഫീഡ്ബാക്കോ കാര്യങ്ങളൊന്നുമില്ല. ഹൗവർ അതിൻ്റെ ഇടയിൽ അഴുക്ക് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെറിയ മൈക്രോ ബ്രഷ് എങ്ങാനും കൊണ്ടുവന്ന് ക്ലീൻ ചെയ്താൽ വളരെ വളരെ വളരെ
നന്നായിരിക്കും. പിന്നെ എനിക്ക് 2-3 റിമാർക്സോ പറയാനുള്ള മോട്ടോ സ്മാർട്ട് വാച്ച് സ്പേസിനകത്ത് മോട്ടോ V2 ഒക്കെ അറിയാവുന്നവർക്കും മോട്ടോ 360 ഒക്കെ അറിയാവുന്നവർക്കും അറിയാം. പണ്ടത്തെ ലെജൻഡറി ബ്രാൻഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അവർ റീ എൻട്രി അടിച്ചുകൊണ്ടിരിക്കുക. പോളാറിൻ്റെയൊക്കെ ഹെൽപ്പും ഉണ്ട്. അതുകൊണ്ട് നോക്കുമ്പം എനിക്ക് തോന്നുന്നു അവരുടെ ഇപ്പോഴത്തെ സ്മാർട്ട് വാച്ച് ഗെയിമിന് ഇച്ചിരി കൂടെ റിലയബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. വിത്ത് സോഫ്റ്റ്വെയർ ആണല്ലോ അതാണല്ലോ ഇതാണേലും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ബാൻഡ് അത്യാവശ്യം നല്ല കേട്ടോ. ഞാൻ എൻ്റെ ജിം സെഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് എപ്പോഴും എനിക്ക് സ്വെറ്റ് ചെയ്തപ്പം സാധാരണ സിലിക്കണും എൻ്റെ സ്കിന്നും തമ്മിൽ ഹൈലി സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഇറിറ്റേഷനൊക്കെ തോന്നുന്നു. എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും തോന്നിയില്ല. അതെല്ലാം അടിപൊളിയാണ്. പിന്നെ വലിയൊരു കിടിലം സാധനം എന്ന് വെച്ചാൽ ഈ പ്രൈസ് റേഞ്ചിനാകുമ്പോൾ ഒരു ഡുവൽ ബാൻഡ് GPS കൊടുത്തു. ഡുവൽ ഫ്രീക്വൻസി ബാൻഡ് ഫ്രീക്വൻസി GPS എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലിറ്ററലി റണ്ണിങ്ങിന് ഇത് സെറ്റ് സാധനമാണ്. സോ ഗൈസ്, നമ്മുടെ റണ്ണിങ് റിവ്യൂവിനെ കുറിച്ച് നമുക്ക് നോക്കാം. വർക്കൗട്ട് റെക്കോർഡ്സ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു ഇൻ്റർവെൽ സെഷൻ ചെയ്തു. ആൻഡ് നിങ്ങൾ ആപ്പ് നോക്കുമ്പോഴേ ഡിസ്പ്ലേനകത്ത് തന്നെ നമുക്ക് എത്ര സമ്മറി ഉണ്ട്, കിലോമീറ്റർ എങ്ങനെയാണ്, എൻ്റെ റൂട്ട്, GPS ആക്യുറസി കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ HR എങ്ങനെ, ഹാർട്ട് റേറ്റ് എങ്ങനെ, BPM എങ്ങനെയുണ്ട്, ഏത് സോണിൽ ഓടി, എൻ്റെ എയറോബിക് സാധനം എങ്ങനെയുണ്ട്, ലാക്ടോപ്പ് ടോളറൻസ് ഒക്കെ എങ്ങനെയുണ്ട്, പേസ് എങ്ങനെയുണ്ട്, ഇതെല്ലാം ത്രൂ ഔട്ട് കേഡൻസും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ സത്യസന്ധമായി പറഞ്ഞായിരുന്നെങ്കിൽ റണ്ണിങ് റിവ്യൂവിൽ എൻ്റെ ക്വയറ്റ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ വാച്ച് വെച്ച് നോക്കുമ്പം GPS ട്രാക്കിംഗ് എൻ്റെ പേസിനകത്ത് ഇച്ചിരി എഫക്റ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നി. ഇച്ചിരി കൂടെ പേസിനെ ഇനാക്യുറേറ്റാന്ന് ഞാൻ പറയാം. ഞാൻ സിറ്റിയുടെ അകത്ത് ട്രീസിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ നമ്മുടെ കൗടിയാർ സൈഡിൽ ഓടിയ ട്രിവാൻഡ്രത്ത്, അതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ അല്ലാതെ ഇൻ വാച്ചിനകത്ത് റണ്ണിങ്ങിന് നിങ്ങൾക്ക് കേഡൻസും ബാക്കിയുള്ള ഡേറ്റ, ഹാർട്ട് റേറ്റും VO2ഉം എയറോബിക് സാധനങ്ങളും എല്ലാം തരുന്നുണ്ടും. ഇറ്റ്സ് ക്വൈറ്റ് നൈസ് ഗൈസ്, ക്വൈറ്റ് നൈസ്. റണ്ണിങ് റിവ്യൂ അപ്രൂവ്ഡ്. പിന്നെ ഇത് ഇന്ത്യക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയാം. കാരണം വർക്കൗട്ടായിട്ട് ഇത് ക്രിക്കറ്റ് പറയുന്നുണ്ട് ഗൈസ്. ക്രിക്കറ്റിൽ വർക്കൗട്ടായിട്ട് ഗുഡ് ജോബ്, അത്ര എനിക്ക് പറയുള്ളൂ. ഔട്ട്ഡോർ റണ്ണിങ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാണിക്കും ഇതിനകത്ത് ലൊക്കേഷൻ സ്പെസിഫൈഡ് ആയിട്ടുള്ള മോട്ടോ ആപ്പ് എടുക്കുക, അതിനകത്ത് GPS കാര്യങ്ങളൊക്കെ എടുക്കുക. നമുക്ക് പേസ് കാൽക്കുലേഷനും കാര്യങ്ങളും ഡിസ്റ്റൻസ് കാൽക്കുലേഷനും ഒക്കെ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ലോണം കിട്ടും. ഇതിനകത്ത് ഗോൾസോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഒരു ഗുഡ് അത്ലറ്റിക് കമ്പാനിയൻ ആണോ എന്ന് ചോദിച്ചാൽ നോട്ട് ദ ബെസ്റ്റ്. ഈ പ്രൈസ് റേഞ്ചിൻ്റെ ബെസ്റ്റ് അല്ല, പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ ഇതിലും നല്ല ഡേറ്റാസോ കാര്യങ്ങളോ ഒക്കെ തരാൻ പറ്റുന്ന സ്മാർട്ട് വാച്ചസ് വളരെ കുറവാണ്. സത്യം പറയാനുള്ളൂ, വളരെ 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 കുറവാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ്, നല്ല പ്രീമിയം, പിന്നെ പോളാർ എന്ന് പറയുന്ന ഒരു കമ്പനി, സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് ആയത്. പോളാർ എന്ന് പറഞ്ഞ കമ്പനി ഈ ഫിറ്റ്നസ് അത്ലറ്റിക് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, അല്ലാതെ സാധാരണക്കാർക്ക് ഒരുപാട് അറിയാൻ വലിയ വഴിയില്ല. അങ്ങനെയുള്ള കമ്പനികൾക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് എനിക്ക് പറയാം ദിസ് ഇസ് എ ഗുഡ് സാധനം. പിന്നെ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് പ്രീമിയം സാധനങ്ങളിൽ കിട്ടുന്നതിനാണൊക്കെ ആപ്പ് ഡൗൺലോഡിങ്ങിനകത്തൊക്കെ എന്തൊക്കെയോ ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. പിന്നെ സോഫ്റ്റ്വെയർ ഇസ് വെരി സ്മൂത്ത്. മോട്ടോ ആൻഡ് എനിക്ക് റിലയബിൾ എന്ന് പറയുന്നൊരു വാക്ക് പറയാൻ സോഫ്റ്റ്വെയറിനെ ആയിരിക്കും ചെറിയൊരു ഭയമുണ്ട്. പക്ഷേ സോഫ്റ്റ്വെയർ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര ഒഴുകി പോകുന്നതാണ്. CMFനെ കാട്ടി എനിക്ക് സോഫ്റ്റ്വെയർ ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഇഷ്ടപ്പെട്ടു. സോ ഓൾ അറൗണ്ട് നിങ്ങൾ നല്ലൊരു ഫിറ്റ്നസ് കമ്പാനിയൻ, അതേപോലെ നിങ്ങൾക്ക് ബേസിക് സ്മാർട്ട് ഫോൺ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ഫീച്ചേഴ്സ് ഒക്കെ വേണം, ബഡ്ജറ്റ് 5000 ആണെങ്കിൽ മാച്ചാൻ ഇച്ചിരി സീനാണ് കേട്ടോ. മാച്ചാൻ ഇച്ചിരി സീനാണ്. ഐ റിയലി ലവ് ഇറ്റ്. ഹൈ റെക്കമെൻഡേഷൻ ആട്ടോ. എനിക്ക് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് ഞാൻ എപ്പോഴാണ് പറയാം. പിന്നെ ഗൈസ്, നമ്മുടെ ആലൻ ബ്രോ ആണ് പയ്യൻ വാങ്ങിച്ചാണ് എനിക്ക് അയച്ചു തന്നത്. അതിന് ആലൻ ബ്രോ താങ്ക്സ് എ ലോട്ട് ഫോർ സെൻഡിങ് മീ ദിസ് പ്രൊഡക്റ്റ്. വേറൊരു കാര്യം, ഞാനിത് എക്സ്റ്റെൻസീവ്ലി കയ്യിൽ വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. എൻ്റെ റണ്ണിങ്ങും എൻ്റെ ജിം വർക്കൗട്ട്സിനകത്തും എൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനകത്തും എല്ലാം ഞാൻ കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്കൊരു കാര്യം പറയാം, ഇറങ്ങിയ സമയത്ത് ഇത് 10000 രൂപ എന്തായിരുന്നു, ഇപ്പം 5000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് കിട്ടുവാണെങ്കിൽ, സ്മാർട്ട് വാച്ച് നോക്കി നടക്കുവാണെങ്കിൽ ഓടിപ്പോയി മേടിച്ചു. എനിക്ക് അതിനുപരി നിങ്ങളുടെ അടുത്ത് ഒന്നും പറയാനില്ല. ദിസ് ഈസ് എ റിയലി ഗുഡ് ഓപ്ഷൻ. സോ ഗൈസ്, അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ നിർത്തുവാണ്. 3 here. Talk to you guys later. Love you. Bye.